CPM-ന്റെ തലപ്പത്തേക്ക് വരേണ്ട ഒരു വനിതാ നേതാവാണ് കെ ശൈലജ. കെ ശൈലജ 2016 മുതൽ 2021 വരെയുള്ള പിണറായി സർക്കാരിൻ്റെ ഒന്നാം ഘട്ടത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ആ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നല്ലോ കോവിഡ് കാലം. കോവിഡ് കാലത്തെ ആ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ ഒരു ടീമിനെ ഉപയോഗിച്ച് PR വർക്ക് നടത്തുകയും ചെയ്തു. ഇതൊക്കെയാണ് പിണറായി വിജയന് അത്ര രസിക്കാതെ പോയതെന്ന് പറഞ്ഞാൽ തന്നേക്കാൾ ഉയരത്തിലേക്ക് മാറുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വെട്ടിനിരത്തി. അത് പിണറായി വിജയൻ്റെ ഒരു രീതിയാണ്. തനിക്ക് മീതെ ആരും വരരുത്, വരുന്നവരെ വെട്ടി വീഴ്ത്തുക. VS അച്യുതാനന്ദനുമായിട്ട് ദീർഘകാലം പോരടിച്ചു. VS പക്ഷക്കാരെ മുഴുവൻ തൻ്റെ അധീനതയിൽ കൊണ്ടുവരികയും തന്നോടൊപ്പം ചേരാത്തവരെ വെട്ടി ഒതുക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരു നീണ്ട സമയം കേരളത്തിലെ ജനങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് 2021 ഭരണം വീണ്ടും കിട്ടിയപ്പോൾ ആ രണ്ടാമത്തെ ടേമിൽ പലരെയും ഒഴിവാക്കി. പ്രധാനപ്പെട്ട പലരെയും, ഡോക്ടർ തോമസ് ഐസക്കും EP ജയരാജനും കെ ശൈലജയെ മത്സരിപ്പിച്ചു. മന്ത്രി പദവി കൊടുത്തില്ല. മട്ടന്നൂരിൽ കൊണ്ടുപോയി നിർത്തി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു. 60,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കെ ശൈലജയ്ക്ക് കിട്ടിയത്. കെ ശൈലജ ഒരു പക്ഷേ ഇക്കുറിയും മട്ടന്നൂരിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിക്കുമായിരുന്നു. കെ ശൈലജയെ മാറ്റി VK സനോജിനെയാണ് മട്ടന്നൂരിൽ ഇക്കുറി ഇറക്കിയത്. അവിടെ വിജയം ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ ഭൂരിപക്ഷം 20,000 വോട്ടിനകത്ത് നിന്നു എന്നുള്ളതാണ്. കെ ശൈലജ വാങ്ങിച്ച ഭൂരിപക്ഷം മനസ്സിലാക്കണം. പിന്നെ CPM-ന്റെ ചില ഇടങ്ങളിൽ CPM-ലെ ആരെ നിർത്തിയാലും വിജയിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്ന ചില മണ്ഡലങ്ങളുണ്ട്. കല്യാശ്ശേരി ആയാലും തലശ്ശേരി ആയാലും ധർമ്മടമായാലും തൃക്കരിപ്പൂരായാലും. ആ തൃക്കരിപ്പൂര് പോലും അട്ടിമറി നടന്നില്ലേ? BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യരെ ഒതുക്കാനാണ് തൃക്കരിപ്പൂര് കൊണ്ടുപോയി മത്സരിപ്പിച്ചത് എന്നെല്ലാവരും പറഞ്ഞു, എല്ലാവരും ധരിക്കുകയും ചെയ്തു. പക്ഷേ തൃക്കരിപ്പൂരിലും UDF തരംഗം ആഞ്ഞു വീശി സന്ദീപ് വാര്യർ വിജയിച്ചു വരികയും ചെയ്തു. ഈ കെ ശൈലജയെ മട്ടന്നൂരിൽ നിർത്താതെ കൊണ്ടുപോയത് എങ്ങോട്ടേക്കാണ്? പേരാവൂരിലാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ മണ്ഡലം. കുടിയേറ്റ കർഷകരുടെ ഇടമാണ്. ക്രൈസ്തവരാണ് നല്ല പങ്ക്. എത്രയോ കാലമായി അതൊരു കോൺഗ്രസ് തട്ടകമായിട്ട് നിൽക്കുന്ന ഇടമാണ്. അവിടെ കൊണ്ടുപോയി കെ ശൈലജയെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തോൽക്കാൻ വേണ്ടി കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു എന്നാണ്. 2014 NK പ്രേമചന്ദ്രനെതിരെ പാർലമെന്റിൽ മത്സരിപ്പിച്ചത് CPM-ലെ MA ബേബിയെയാണ്. ബേബിയെ ഒതുക്കാൻ തന്നെയായിരുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ അവിടെ ചെന്നിട്ട് പിണറായി വിജയൻ പ്രേമചന്ദ്രനെതിരെ പ്രസംഗിച്ചപ്പോൾ പരനാറി പ്രയോഗവും. അപ്പോൾ പ്രേമചന്ദ്രൻ്റെ മൈലേജ് കൂടുകയും ചെയ്തു. 2019 നമ്മൾ കണ്ടതാണ്. ബാലഗോപാലിനെ നിർത്തി ഒതുക്കാനുള്ള ശ്രമം നടത്തി. ബാലഗോപാൽ വീണ്ടും സംസ്ഥാന മന്ത്രിസഭയിൽ വരികയും ഒക്കെ ചെയ്തു. അപ്പോൾ കെ ശൈലജ എന്തായാലും 2026 എന്തെങ്കിലും കാരണവശാൽ LDF അധികാരത്തിൽ വന്നില്ല എങ്കിൽ കെ ശൈലജയും വരാൻ പാടില്ല. കാരണം പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു സ്ഥാനമുണ്ടല്ലോ. പല പ്രധാനപ്പെട്ടവരെയും ഒതുക്കി നിർത്തിക്കഴിഞ്ഞാൽ ശൈലജയ്ക്ക് ഒരുപക്ഷെ ജയിച്ചു കയറി വന്നു കഴിഞ്ഞാൽ പേരാവൂരല്ലാതെ വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ചാൽ ഒരുപക്ഷെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് നിർത്തേണ്ടി വരും. പ്രതിപക്ഷ നേതാവെന്നുള്ള ഒരു പദവി കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടും
പ്രതിപക്ഷ നേതാവായിട്ട് വരുമ്പോൾ പിന്നീട് അവിടെ നിന്ന് പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി പദവി തന്നെയാണ്. പിണറായി വിജയൻ അതൊരിക്കലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിണറായി വിജയൻ നമുക്കറിയാം, അത് മരുമകന് വേണ്ടി തന്നെ മാറ്റിവെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ കെ ശൈലജ പാർട്ടി നേതൃത്വത്തോടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, പേരാവൂരിൽ മത്സരിപ്പിച്ചത് തെറ്റായ തീരുമാനം തന്നെയാണെന്ന് ശക്തമായി സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പലർക്കും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനുമുള്ള തൻ്റെ ഇടമൊക്കെയായി. കഴിഞ്ഞ ദിവസം എം.വി. ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, താഴെ തട്ട് മുതൽ അഭിപ്രായം കേൾക്കുമെന്ന്. ആരുടെ അഭിപ്രായം? പ്രവർത്തകരുടെ, അണികളുടെ. അതിന് അണികൾ കൂടെ വേണ്ടേ? അണികളില്ലല്ലോ. നിങ്ങൾ കുറച്ച് സഹാക്കന്മാർ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM-നെതിരെ ചില ചോദ്യങ്ങൾ ചോദിച്ചു പുറത്തു വന്നവരല്ലേ മത്സരിച്ച് വിജയിച്ചത് UDF-ന്റെ പിന്തുണയോടുകൂടി. അവരോടൊപ്പം പാർട്ടിയിൽ നിന്നൊരു വൻ പ്രവാഹമൊന്നും ഉണ്ടായില്ല. അതാണ് പാർട്ടിയുടെ തലപ്പത്തിരുന്നവർ അഹങ്കരിച്ചത്. നിങ്ങൾ പോയാൽ ഒരു ചുക്ക് ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല, നിങ്ങളോടൊപ്പം എത്ര പേര് വന്നുവെന്ന്. പക്ഷെ പോളിംഗ് ബൂത്തിൽ പോയപ്പോൾ അവരെല്ലാം ഈ പാർട്ടിയെ ചോദ്യം ചെയ്ത് പുറത്തേക്ക് വന്ന ആ നേതാക്കന്മാരോടൊപ്പം നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലും അമ്പലപ്പുഴയിലും സുധാകരൻ്റെയും ഒക്കെ വിജയം എന്ന് പറയുന്നത് അതാണ്. ഈ ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തിയെടുക്കുക ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ഈ പോയ നേതാക്കന്മാരോടൊപ്പം പോളിംഗ് ബൂത്തിലേക്ക് പോയപ്പോൾ അണികൾ അവരുടെ കൂടെ നിന്നു. അതാണ് അവർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനും ഇടയായത്. അങ്ങനെ ശക്തമായ തിരിച്ചടി കൊടുത്തു. തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ തന്നെ പാർട്ടിക്ക് പിഴയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടി തീർന്നു എന്നുള്ളതിന് ചുരുക്കമാണത്. ഇപ്പൊ നോക്കുക, പേരാവൂരിൽ ശൈലജ പറയുന്നുണ്ട് അവിടെ ജയിക്കില്ല എന്ന് കൃത്യമായി അറിയാം. കോൺഗ്രസിന്റെ തട്ടകമാണല്ലോ. സണ്ണി ജോസഫ് പോയ തവണ വിജയിച്ചത് ഏതാണ്ട് ഒരു 4000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അതോ പാർട്ടി അങ്ങനെ കണക്ക് കൂട്ടിയോ? ഒരു കാര്യം മനസ്സിലാക്കണം, ശക്തമായ കോൺഗ്രസ് അടിത്തറയുള്ള മണ്ഡലം ക്രൈസ്തവരുടെ ഏരിയയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ UDF-ന് അനുകൂലമായി പോകുന്നു. അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിനിരട്ടിയായിട്ട് അതിശക്തമായിട്ടുള്ള പിണറായി വിരുദ്ധ തരംഗവും ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ കെ ശൈലജയ്ക്ക് എതിരായി മാറി. അത് സണ്ണി ജോസഫിന് അനുകൂലമായ സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തു. കേരളത്തിലൊരു UDF തരംഗം ഉണ്ടാകാൻ പോകുന്നു എന്ന് വലിയ പ്രചാരണവും നടന്നു കഴിഞ്ഞു. ആ സാഹചര്യത്തിലാണ് കെ ശൈലജയ്ക്ക് പരാജയപ്പെടേണ്ടി വന്നത്. വടകരയിൽ കൊണ്ടുപോയി നിർത്തിയില്ലേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? ഷാഫി പറമ്പിലിനോട് പരാജയപ്പെട്ടത് 10,000-ഓ 20,000 വോട്ടിന്റെ വ്യത്യാസത്തിലല്ല, 1,35,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. അത്രയും ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഷാഫി പറമ്പിൽ വിജയിച്ചു പോയത്. എന്തിന് വടകരയിൽ കൊണ്ടുപോയി നിർത്തി? അതിനു മുമ്പ് വടകരയിൽ CPM-ലെ ഒരു അധികായനെ കൊണ്ട് നിർത്തിയില്ലേ, പി ജയരാജനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. കണ്ണൂർ ജില്ലാ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ അവിടെ നിന്നാണ് വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത്. തോറ്റു കഴിഞ്ഞപ്പോൾ തിരിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കും കൊണ്ടുവന്നില്ല. മറിച്ച് MV ജയരാജനെ ഇങ്ങനെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി മത്സരരംഗത്തേക്ക് കൊണ്ടുവരികയും മത്സരരംഗത്ത് പരാജയപ്പോൾ വീണ്ടും പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പി ജയരാജനെയും അങ്ങനെ ഒതുക്കി. പിണറായി തന്നിഷ്ടം കാണിച്ച് ഒതുക്കേണ്ടവരെ ഒതുക്കി മുമ്പോട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ഒരു ബലിയാടായത്, ഒരു നേർച്ചക്കോഴിയായത് കെ ശൈലജയാണ്. അത് കെ ശൈലജയ്ക്ക് മുന്നേ മനസ്സിലായി. ഇപ്പോൾ പിണറായിയും പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചോദ്യം ശൈലജ ഇട്ടുകൊടുത്തിരിക്കുകയാണ് അങ്ങോട്ടേക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.